എന്റെ പ്രിയപ്പെട്ട പെങ്ങന്മാര് ഉമ്മമാര് മഗ്‌രിബ് ഇശാഇന്റെ ഇടക്ക് 10 സ്വലാത്ത് ചെല്ലാൻ പറയുമ്പോ നിനക്ക് 10 വയസ്സുള്ള പൊന്നുമോനെ സമർപ്പിക്കാനുള്ള സാഹചര്യമില്ലല്ലോ പൊന്നുമോള്. അള്ളാഹുവിന്റെ റസൂലിന്റെ കയ്യിലേക്ക് കാരക്ക കൊടുക്കാനുള്ള ഭാഗ്യമില്ലല്ലോ ഉമ്മ. അതുകൊണ്ട് നിനക്ക് ചെയ്യാൻ പറ്റുന്ന ചെല്ലാൻ പറ്റുന്ന കാരക്ക ഏതാ, സമർപ്പണമേതാ? മുൻഗാമികൾ മഹതിമാര് മഹാന്മാര് യുവതികള് പഴയ കാലത്തെ പാരമ്പര്യത്തിന്റെ പരിശുദ്ധി എന്തായിരുന്നു? അരമനയുടെ അകത്തളത്തിലുള്ള തെളിച്ചവും വെളിച്ചവും എന്തായിരുന്നു? പ്രശ്നങ്ങളുടെ പരിഹാരം എന്തായിരുന്നു? മക്കൾ എങ്ങനെയാ അവിടെ സന്തോഷകരമായി ആത്മീയമായിട്ട് വളർന്നു വന്നത്? അവിടെ എങ്ങനെയാ ഭർത്താവ് ആത്മീയമായി പരിചരിക്കപ്പെട്ടത്? ഭർത്താവ് എങ്ങനെയാണ് ചേർത്ത് നിർത്തിയത്, സ്നേഹിച്ചത്? കലാപങ്ങളില്ലാത്ത, പ്രതിസന്ധികളില്ലാത്ത, ബുദ്ധിമുട്ടുകളില്ലാത്ത, ആവലാദികളില്ലാത്ത, വേവലാദികളില്ലാത്ത, കുടുംബ കലഹങ്ങളും കത്തിക്കുത്തുമില്ലാത്ത പഴയകാലത്തിന്റെ പ്രതാപത്തിന്റെ കാരണം എന്താണെന്നറിയുമോ മോള്? ആ മഗ്‌രിബ് ഇശാഇന്റെ ഇടക്കുള്ള സമയമുണ്ടല്ലോ, ആ സമയത്ത് അല്ലാഹുവിന്റെ ഹബീബിന്റെ സ്വലാത്ത് ഉണ്ടായിരുന്നു. എവിടെയാ സ്വലാത്ത് ഉള്ളത്? ഇത് വീട്ടിലാ സ്വലാത്ത് ഉള്ളത്? മൊബൈൽ താഴെ വെച്ചിട്ടിരിക്കാ സമയമുണ്ടോ? മഗ്‌രിബ് നിസ്കരിച്ചാൽ തന്നെ അല്ലാ അല്ലാ, ഞാൻ കുറ്റം പറയുകയല്ല, വളരെ ആത്മാർത്ഥമായി മണിക്കൂറുകളോളം ഇമാം ഗസാലി അക്കാഡമിയുടെ ഈ പ്രിയപ്പെട്ട മക്കളോട് സ്നേഹമുള്ളവരുണ്ടല്ലോ, നിങ്ങളുടെ മക്കളും ഇവിടെ പഠിക്കുന്നുണ്ടല്ലോ. എത്ര ഭാഗ്യമുള്ള ഉമ്മമാരാ! ദുനിയാവിൽ ഇതുപോലൊരു ഭാഗ്യം നിങ്ങളുടെ മകൻ IPS ആകുന്നതിനേക്കാൾ, IAS പാസ്സാകുന്നതിനേക്കാൾ, IFS പാസ്സാകുന്നതിനേക്കാൾ, ജില്ലാ കളക്ടർ ആകുന്നതിനേക്കാൾ, മന്ത്രിയാകുന്നതിനേക്കാൾ അല്ലാ അല്ലാ നിങ്ങൾക്കുള്ള സൗഭാഗ്യമാണ്. ഇൽമിന്റെ വഴിയിലേക്ക് നിങ്ങളുടെ പ്രിയപ്പെട്ട മകന്, ഹിഫ്ളിന്റെ വഴിയിലേക്ക് നിങ്ങളുടെ പ്രിയപ്പെട്ട മകന് ഒന്ന് കൈപിടിച്ചു കൊടുത്താൽ ഉമ്മ, നിങ്ങൾക്കുള്ള ഭാഗ്യം ചെറുതല്ല. അത് അല്ലാഹു സെലക്ട് ചെയ്യണം. കാരണം നാളെ ദീനിന്റെ അഖിലുകാരായി വളർന്നു വരാനുള്ളവരാ. അതുകൊണ്ട് പടച്ചവന് സെലക്ട് ചെയ്ത തൗഫീഖ് കൊടുത്ത ഉമ്മമാർക്കല്ലാതെ മക്കളെ ഈ വഴിയിലേക്ക് സന്മനസ്സോടെ പറഞ്ഞു വിടാൻ കഴിയില്ല. അല്ലാഹുവേ, പടച്ചവനെ ഈ മക്കളെ സ്വാലിഹീങ്ങളാക്കണേ അല്ലാ, ഉഖർവിയായ മക്കളാക്കണേ അല്ലാ, അവരുടെ ഇൽമിൽ വെളിച്ചം കൊടുക്കണേ അല്ലാ. പടച്ചവരെ, മാതാപിതാക്കൾക്ക് തണലും തണുപ്പും കുളിരും തളിരുമായി രണ്ട് ലോകത്തിലും അവരെ കൈപിടിക്കുന്ന മക്കളാക്കണേ അല്ലാ. സിറാത്തുൽ മുസ്തഖീമിൽ പടച്ചവരെ കാത്തു നിൽക്കുന്നവരാക്കണേ അല്ലാ. കൺകുളിർമയുള്ള മക്കളാക്കി കൊടുക്കണേ തമ്പുരാനെ. ഖുർറത്ത് ഐനുകളായ മക്കളാക്കി കൊടുക്കണേ അല്ലാ. എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, ആ വഴിക്ക് മക്കളൊക്കെ നന്നാവാൻ കാരണം പഴയ കാലത്ത് സ്വലാത്ത് എന്ന വജ്രായുധം, അനുരാഗത്തിന്റെ വജ്രായുധം ഉണ്ടായിരുന്നു. അത് നിരന്തരമായി സമർപ്പിച്ചിരുന്നു. ഒരൊറ്റ പോയിന്റ് കൂടി ഞാൻ ആ ഭാഗത്ത് പറഞ്ഞു മുന്നോട്ട് പോവുകയാണ്. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, ആ പഴയ കാലത്ത് മഗ്‌രിബ് നിസ്കാരം കഴിഞ്ഞാൽ അല്ലാ അതാ നിസ്കാരത്തിലേക്ക് പോകും. പ്രിയ മഗ്‌രിബ് നിസ്കാരത്തിനതാ മഗ്‌രിബിന്റെ ബാങ്ക് കൊടുത്താൽ മുറ്റത്ത് കളിച്ചുകൊണ്ട് നിൽക്കുന്ന പ്രിയപ്പെട്ട മക്കളോട് പറയും, മക്കളെ കളിമതിയാക്ക്. ബാങ്ക് കൊടുക്കുമ്പോൾ തന്നെ പറയും, മക്കളെ കളിമതിയാക്ക്. മഗ്‌രിബിന്റെ ബാങ്ക് കൊടുത്തു. ആ മക്കള്, ചെറിയ മക്കള്, പെൺകുട്ടികളാണെങ്കിൽ അവർക്കൊരു നിസ്കാര കുപ്പായമൊക്കെ തയ്പ്പിച്ചു കൊടുത്ത് നിസ്കാരം പഠിപ്പിക്കുന്ന ഒരു കാഴ്ചയുണ്ടായിരുന്നു. പള്ളിയിലേക്ക് പറഞ്ഞു വിടാൻ പറ്റുന്ന ചെറിയ മക്കളാണെങ്കിൽ പള്ളിയിലേക്ക് പറഞ്ഞു വിടുമായിരുന്നു. അതിലും ചെറുപ്പമുള്ള മക്കളാണെങ്കിൽ കുഞ്ഞിളം നാവ് കൊണ്ട് അവരെ കൊണ്ട് സ്വലാത്ത് ചെല്ലിപ്പിക്കുമായിരുന്നു. അങ്ങനെ സ്വലാത്തിന്റെയും നിസ്കാരത്തിന്റെയും ആത്മീയതയുടെയും നിറകുടമായി മക്കൾ വളർന്നു വരുമായിരുന്നു. മാത്രമല്ല എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, നീ മഗ്‌രിബ് നിസ്കാരം കിടഞ്ഞു ഓടുന്നില്ല, നിന്റെ കയ്യിൽ മൊബൈലില്ല, നെറ്റ്വർക്ക് ഇല്ല, പ്രയാസമില്ല. എന്റെ പ്രിയപ്പെട്ട പെങ്ങന്മാരാലോചിക്കണം. ആ പഴയ കാലത്തെ പെങ്ങന്മാര് മഗ്‌രിബ് നിസ്കാരം കിടന്ന് അവിടെ ഇരുന്നു കൊണ്ട് ദിക്ർ ചൊല്ലുകയാ, സ്വലാത്ത് ചൊല്ലുകയാ, പടച്ചവന്റെ മുമ്പിൽ കരങ്ങൾ ഉയർത്തുകയാ, സുന്നത്ത് നിസ്കാരം നിർവഹിക്കുകയാ. അതിനുശേഷം തൊട്ടടുത്ത് വെച്ചിരിക്കുന്ന പരിശുദ്ധമായ ഖുർആൻ എടുക്കുകയാ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, യാസീൻ വൽ ഖുർആനിൽ ഹകീം ഇന്നക ലമിനൽ മുർസലീൻ. ഒരു സൂറത്ത് യാസീനെങ്കിലും പാരായണം ചെയ്യാത്ത വീടുണ്ടായിരുന്നോ?
ഒരു സൂറത്ത് യാസീനെങ്കിലും പാരായണം ചെയ്യാത്ത വീടുണ്ടായിരുന്നു. സൂറത്ത് യാസീൻ പാരായണം ചെയ്തിട്ട് ഓടുന്നില്ല. പടച്ചവന്റെ മുമ്പിൽ കരങ്ങൾ ഉയർത്തിയിട്ട് ദ്വാരക്കുന്നു, യാ റബ്ബ് യാ അല്ലാഹ്, എന്നെ ഞാനാക്കി മാറ്റി എൻ്റെ പ്രിയപ്പെട്ട ഉമ്മയും ഉപ്പയും പരിസരത്തെ ഖബറുകളിലാണല്ലോ, 6 അടി മണ്ണിലാണല്ലോ. അവരുടെ ഖബറുകളിലേക്ക് ഇതിന്റെ മിസ്ൽ സവാബ് കൊടുക്കണേ അല്ലാ. പടച്ചവരെ, ഖബർ നീ സ്വർഗീയ ഉദ്യാനമാക്കണേ അല്ലാ, സ്വർഗ പൂങ്കാവനമാക്കണേ അല്ലാ, സ്വർഗത്തിന്റെ പരിമളവും പരിവേശമുള്ളതാക്കണേ അല്ലാ. പടച്ചവരെ, സ്വർഗത്തിലൊരു കവാടം എൻ്റെ ഉമ്മാന്റെ ഖബറിൽ എൻ്റെ ജാരാക്കി മാറ്റി എൻ്റെ ഉപ്പാന്റെ ഖബറിൽ നൽകണേ അല്ലാ. ദുആ നിർത്തുന്നില്ല. പടച്ചവനെ, കടം വാങ്ങി കടൽ കടന്ന് കരഞ്ഞുകൊണ്ടുപോയ എൻ്റെ പ്രിയപ്പെട്ട ഭർത്താവ് ആരോഗ്യ പ്രശ്നമുള്ള ആളാ. പടച്ചവരെ, ആഫിയത്ത് കൊടുക്കണേ അല്ലാ. അല്ലെങ്കിൽ നാട്ടിലേതെങ്കിലും മറ്റുള്ള പണിക്കാരനാ. പടച്ചവരെ, പാടത്തും പറമ്പിലും പാടുപെട്ട് പണിയെടുക്കുന്ന എൻ്റെ ഭർത്താവാ, അല്ലെങ്കിൽ ഓട്ടോറിക്ഷ ഓടിക്കുന്ന ഭർത്താവാ, അല്ലെങ്കിൽ വയറിങ്ങിന്റെ പ്ലംബിങ്ങിന്റെ പണിക്ക് പോകുന്ന ഭർത്താവാ, കൂലിപ്പണിയാണ്, സ്റ്റാഫായി കടയിൽ പോവുകയാണ്. എന്തുമാകട്ടെ, ഭർത്താവിന് വേണ്ടി ഉള്ളുരുകി പ്രാർത്ഥിക്കുന്ന പെങ്ങന്മാരെവിടെയാ? പഴയ കാലത്ത് യാസീനോദി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു. എന്നിട്ടും നിർത്തുന്നില്ല. പടച്ചവനെ, അരമനയുടെ അകത്തളത്തിൽ വീട്ടിന്റെ ഉള്ളിൽ ശലഭങ്ങളെ പോലെ പറന്ന് നടക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട മക്കളല്ലാ, നീ സ്വാലിഹീങ്ങളാക്കണേ അല്ലാ. എന്നിട്ട് അവരോടുന്നുണ്ടോ? മെസ്സേജ് നോക്കാനില്ലല്ലോ അവർക്ക് ഇൻസ്റ്റയിലെയും ഫേസ്ബുക്കിലെയും ഷെയറും ലൈക്കും കമന്റും ഒന്നും നോക്കാനുള്ള വെപ്രാളമില്ലല്ലോ. അവരവിടെ അതാ ആ ദുആ കഴിഞ്ഞ് കയ്യെത്തുന്ന ദൂരത്ത് തൊട്ടടുത്ത് വെച്ചിരിക്കുന്ന മൗലിദിന്റെ ഏടെടുക്കുകയാ, മൗലിദ് സബീന എടുക്കുകയാ. ബിസ്മിയും ഹംദും സലാത്തും നൽസലാമും മുന്നേ ബില്ലിനെ ഫീസത്ത് മാല ഞാൻ തുടങ്ങിയിടുന്നേ. മുസ്ഫിഉമ്മു ഫല്ലലുമ്മു ഖദ്ദമുന്നൂറുല്ലാ മൂസിലും ഹൈമിനും ബല്ലിഹുൻ സഅദുല്ലാ. ആരാണ് നഫീസത്തുൽ മിസ്രി റളിയല്ലാഹു തആല അൻഹ? അല്ലാഹു അവരുടെ ബർക്കത്ത് കൊണ്ട് നമ്മുടെ ഇൽമിൽ വെളിച്ചം തരട്ടെ. ഇമാം ഷാഫിഈ റളിയല്ലാഹു തആല അൻഹു അവരുടെ ഉമ്മറപ്പടിയിൽ പോയി പറയും, ദ്വാരക്കണേ ഉമ്മ എന്ന് വളരെ ആത്മാർത്ഥമായ നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു തആല അൻഹയുടെ പടിവാതിൽക്കൽ പോയി പറയും. നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു തആല അൻഹയെ അറിയാത്തൊരു ലോകമുണ്ടോ? അറിയാത്തൊരു ഭൂഖണ്ഡമുണ്ടോ? പേര് കേൾക്കാത്ത ഏതെങ്കിലും കാതുണ്ടോ? പറയാത്ത ഏതെങ്കിലും നാവ് അല്ലാഹുവിന്റെ ദുനിയാവിലുണ്ടോ? ഞാൻ എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാരോട് പെങ്ങന്മാരോട് ചോദിക്കുന്നു, ഫ്ലക്സിൽ ഫോട്ടോയും വലിപ്പത്തിൽ പേരും വന്നതുകൊണ്ടാണോ? അവർക്ക് പ്രത്യേകമായി ഏതെങ്കിലും സോഷ്യൽ മീഡിയയിൽ ഏതെങ്കിലും ആപ്പിൽ അക്കൗണ്ട് ഉള്ളത് കൊണ്ടാണോ? അവരുടെ പേര് മുദ്രാവാക്യമായി ഏതെങ്കിലും സമരക്കാകളത്തിൽ മുടക്കി ബാനർ പിടിച്ചത് കൊണ്ടാണോ? ഒരന്യ പുരുഷൻ കാണാതെ ലോകം മുഴുവനും പ്രോജ്വലിച്ചു നിൽക്കുന്ന ഇന്നും മഹദിയായ നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു തആല അൻഹ മിസ്റിലേക്ക് വരുന്നതിന് മുമ്പും ശേഷവും 2 ചരിത്രമാണ്. കിതാബ് പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും, നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു തആല അൻഹ മിസ്റിലേക്ക് വരുന്നതിന് മുമ്പും ശേഷവും മിസ്റിന്റെ ചരിത്രം 2ആണ്. പറഞ്ഞാൽ തീരാത്ത മഹത്വമുണ്ട്. ആയിരക്കണക്കിന് ഖത്തമുകൾ സ്വന്തം കിടക്കാനുള്ള ഖബറിലേക്ക് ഇറങ്ങിയിരുന്ന് എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ ഖത്തമുൽ ഖുർആൻ ഓതിയിട്ട് ആയിരക്കണക്കിന് ഖത്തമുകൾ ഓതിയ നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു തആല അൻഹ എന്തുകൊണ്ട് പൊന്നുമോളെ നമ്മുടെ ജീവിതത്തിന് പാഠമാകുന്നില്ല? അവരുടെ അപദാനങ്ങൾ വാഴ്ത്തി സ്വന്തം ഈമാൻ ഇങ്ങനെ പ്രോജ്വലിപ്പിച്ചിരുന്ന ഉമ്മമാരുണ്ടായിരുന്നു. ഇതൊക്കെ കഴിയുമ്പോഴത്തേക്ക് ബാങ്ക് വിളിക്കും. ഏത് ബാങ്ക്? നിങ്ങൾ ശ്രദ്ധിക്കുന്നില്ല, ഞാൻ പോവാം. ഏത് ബാങ്ക്? പറ, എൻ്റെ കൂടെ സമയമില്ല, അതുകൊണ്ട് അച്ചിൽ പെട്ടെന്ന് പറഞ്ഞു പോകുന്നത്. എന്നോട് ഏൽപ്പിച്ച സമയം ഇനി എത്രയുണ്ടെന്ന് നിങ്ങളോട് പറഞ്ഞാൽ ഒരുപക്ഷെ നിങ്ങൾക്ക് വിഷമമാവും. അതെന്ത് പരിപാടിയാണെന്ന് ചോദിക്കും. അതുകൊണ്ട് എന്നോട് ഏൽപ്പിച്ച സമയം ഞാൻ ഇപ്പം പറയുന്നില്ല. തീരുമ്പം തീരും. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. എന്താ ബർക്കത്ത് വേണ്ട? അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. നിങ്ങൾക്ക് ദോഷമുള്ള കേസൊന്നുമല്ലല്ലോ. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ, അള്ളാഹു കബൂലാക്കട്ടെ.
അപ്പൊ ഉമ്മമാരങ്ങനെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് വീട്ടിൽ ബർക്കത്തുണ്ടായിരുന്നു, കുടുംബ കലഹമില്ല. ഭർത്താവിന് വിഷം കലക്കി കൊടുക്കുന്ന ഭാര്യമാരുടെ കഥയൊന്നും അന്ന് കേട്ടിട്ടില്ല. ഉമ്മായ നിങ്ങൾ എന്തിനാ എന്നെ ജനിപ്പിച്ചതെന്ന് പറഞ്ഞ് കുത്തി കൊല്ലുന്ന മക്കളുടെ കഥയൊന്നും കേട്ടിട്ടില്ല. ഭർത്താവ് വേറെ അനാശാസ്യത്തിന് പോയിട്ടുമില്ല, ബിവറേജിന്റെ മുമ്പിൽ ക്യൂ നിന്നിട്ടുമില്ലായിരുന്നു. ഒരു പെണ്ണും ഒരു മകളും കല്യാണ പിറ്റേന്ന് ഇറങ്ങിപ്പോയിട്ടില്ല. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. 3-4 ദിവസത്തിന് മുമ്പ് ഒരു സഹോദരൻ എന്നെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, സ്ഥലമൊന്നും ഞാൻ പറയുന്നില്ല, ലൈവ് ഉണ്ടായതുകൊണ്ടാണ്. ഇത് പ്രിയപ്പെട്ട മാതാപിതാക്കൾ ഗൗരവത്തോടെ കാണാൻ വേണ്ടി പറയുകയാണ്. നമുക്ക് ഇൻഷാ അല്ലാഹ് ബഹുമാനപ്പെട്ട അനസ് ബിൻ മാലിക് റളിയല്ലാഹു തആല അൻഹുവിന്റെ സംഭവം പറഞ്ഞിട്ട് ആ ഹദീസ് പറഞ്ഞിട്ട് ദുആ ചെയ്യണം. ഞാൻ അവിടെ തന്നെ ഉള്ളത്, മദീനത്ത് തന്നെ ഉള്ളത്. ഞാൻ അങ്ങോട്ട് ഒരു ഇടയ്ക്ക് ഞാൻ ജസ്റ്റ് 1-2 പോയിന്റിലേക്ക് പോയതാണ് ബോധപൂർവ്വം, അല്ല വേറെ വിഷയത്തിലേക്കൊന്നും പോവല്ല. ഒരു സഹോദരനെ വിളിച്ചിട്ട് പറഞ്ഞു, ഉസ്താദേ 2-3 ദിവസം കഴിഞ്ഞാൽ എന്റെ പ്രിയപ്പെട്ട മകന്റെ നിക്കാഹായിരുന്നു. ഉറപ്പിച്ചു വെച്ച പെൺകുട്ടി മറ്റൊരുത്തനുമായിട്ട് ഇറങ്ങിയോടി. ഞാനിപ്പോ ഓരോ ആളുകളെയും നിക്കാഹിന് വിളിച്ച ഓരോ കുടുംബത്തെയും വിളിച്ച് നിക്കാഹ് നടക്കൂല എന്ന് പറയാൻ എന്നെയും ക്ഷണിച്ചതാണ്. ഉസ്താദെ ഇങ്ങനൊരു വിഷയമുണ്ട്, അതുകൊണ്ട് നിക്കാഹ് മാറ്റിവെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് പ്രിയപ്പെട്ട ഉമ്മയെയും ബാപ്പയെയും കുടുംബത്തെയും കണ്ണീരിലാക്കി കാമുകന്റെ കൈപിടിച്ച് എവിടെ നീ പോയാലും നിന്റെ ജീവിതം തീജ്വാലയാണെന്നുള്ള കാര്യം പൊന്നുമോളെ മനസ്സിലാക്കണം. അട്ടപ്പാടിയിൽ പിന്നെ അങ്ങനെ പ്രശ്നമൊന്നുമില്ല, അൽഹംദുലില്ലാഹ്, എല്ലാം ഡബിൾ ഓക്കെയാണ്. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. എനിക്കങ്ങ് പോകണം, കുറച്ച് ദൂരമുണ്ട്. അല്ലാഹു ഖൈർ നൽകട്ടെ. അല്ലല്ല, ഇവിടെ അങ്ങനെ പ്രശ്നമൊന്നുമില്ല. ഞാൻ തമാശക്ക് പറഞ്ഞെങ്കിൽ ഇവിടെ അങ്ങനെയുള്ള പ്രശ്നമൊന്നുമില്ല. നല്ല ചിട്ടയൊത്ത ആത്മീയതയുള്ള മാതാപിതാക്കളുടെ പൊരുത്തവും ഗുരുത്വവും ഉള്ള നല്ല മക്കളാണ്. അല്ലാഹു അങ്ങനെ ആക്കി തരട്ടെ. അല്ലാഹു മക്കൾ കാരണമായി അപമാനിതരാകുന്നതിനെ തൊട്ട് അല്ലാഹു തആല കാത്തു രക്ഷിക്കട്ടെ. മക്കൾ കാരണമായി അഭിമാനമുള്ള മാതാപിതാക്കൾ അല്ലാഹു ഉൾപ്പെടുത്തി തരട്ടെ. മക്കളില്ലെങ്കിൽ നന്നായിരുന്നു എന്ന് നിലവിളിക്കുന്ന എത്ര ആളുകളുണ്ട്. പടച്ചവനെ, ഇങ്ങനൊരു മോളെ എനിക്കെന്തിനാ തന്നത്, ഇങ്ങനൊരു മകനെ എനിക്കെന്തിനാ തന്നത് എന്ന് നിലവിളിക്കുന്ന മാതാപിതാക്കളുടെ കാലമാണ്. അല്ലാഹു മക്കളില്ലാത്തവർക്ക് സ്വാലിഹീങ്ങളായ മക്കളെ കൊടുക്കട്ടെ. ഉള്ള മക്കളെ അല്ലാഹു തആല സ്വാലിഹീങ്ങളാക്കട്ടെ. അങ്ങനെ ഉമ്മു സുലൈം റളിയല്ലാഹു തആല അൻഹ ഹബീബായ പ്രവാചകർ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിൽ തന്റെ പ്രിയപ്പെട്ട മകന്റെ കൈ പിടിച്ചിട്ട് പറയുന്നു, യാ റസൂലല്ലാഹ്, ഇതെന്റെ പൊന്നുമോനു ഉനൈസാ അനസാ നബിയേ, ഈ മകനെ നിങ്ങൾക്ക് സേവനം ചെയ്യാൻ കൊണ്ടുവന്നതാ. ഫദ്ഉല്ലാഹ്, സമ്മാനമായി കൊണ്ടുവന്ന 10 വയസ്സിൽ എന്റെ പൊന്നുമോനൊന്ന് ദുആ ചെയ്തു തരുവോ? ഫഖബിലഹു, അല്ലാഹുവിന്റെ റസൂൽ നിരസിച്ചില്ല. ഫഖബിലഹു നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം വദഅ ലഹു ഖായിലാ, അല്ലാഹുവിന്റെ റസൂൽ ദുആരന്നു, അല്ലാഹുമ്മ കസിർ മാലഹു വബലദഹു വതിൽ ഉംറഹു വഗ്ഫിർ ദംബാ. പടച്ചവനേ, പൊന്നുമോന് നീ ഒരുപാട് സാമ്പത്തികമായ സംവിധാനങ്ങൾ കൊടുക്കണേ അല്ലാ, സന്താന സൗഭാഗ്യങ്ങൾ കൊടുക്കണേ അല്ലാ, ദോഷങ്ങൾ പുറത്തു കൊടുക്കണേ അല്ലാ, ഒരുപാട് ആയുസ് നിന്റെ പൊരുത്തത്തിൽ നൽകണേ അല്ലാ. ഒരിക്കലും തട്ടാത്ത കരങ്ങൾ ഉയർത്തി പ്രവാചകൻ പരിശുദ്ധമായ ദർബാറിലേക്ക് കരങ്ങൾ ഉയർത്തിയപ്പോൾ ഇമാം ബുഖാരി തങ്ങൾ അടക്കമുള്ള മഹാന്മാര് പറയുന്നു, ബസ്റയിൽ വഫാത്തായ അവസാനത്തെ സ്വഹാബിയാണ് മഹാനായ അനസ് ബിൻ മാലിക് റളിയല്ലാഹു തആല അൻഹു. ഒരുപാട് സന്താനങ്ങൾ ഉണ്ടായിരുന്നു, ഒരുപാട് ആയുസ് കിട്ടി. എൻ്റെ പ്രിയപ്പെട്ടവരെ, 10 വർഷം ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഖിദ്മത്ത് ചെയ്ത മഹാനാണ്. ഞാൻ എന്തിനാണ് അനസ് തങ്ങളിലേക്ക് ഈ വിഷയം ഇങ്ങനെ കൊണ്ടുവരുന്നത്? ഞാൻ പറയാൻ പോകുന്ന ഹദീസ് ഉണ്ടല്ലോ, ഒരായത്ത് നമ്മൾ ഓതി, മഹബ്ബത്തിന്റെ ഗൗരവം പ്രാധാന്യം. വല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ ഫാസിഖീൻ. അല്ലാഹുവിന്റെ റസൂലിനെക്കാളും ഉമ്മയോട് ഉപ്പയോട് പ്രിയപ്പെട്ടവരോട് സ്നേഹം കൂടി പോയാൽ ആ തെമ്മാടികൾക്ക് അല്ലാഹു ഹിദായത്ത് പോലും കൊടുക്കൂല എന്ന് പറയുമ്പോൾ മഹബ്ബത്തിന്റെ പ്രാധാന്യവും ഗൗരവവും എത്രയാണെന്ന് കൂടുതൽ പറയേണ്ടതില്ല. അടുത്തൊരു ഹദീസിലേക്ക് വന്നതാണ്. ആ ഹദീസ് റിപ്പോർട്ട് ചെയ്ത
റാവിയെ കുറിച്ചാ പറയുന്നത്. ഇമാമിങ്ങൾ അത്ര ഗൗരവത്തിലാണ്. അതുകൊണ്ട് ഒരാൾക്കും ആ ഹദീസ് നിഷേധിക്കാൻ പറ്റൂല. അതിന്റെ ഗൗരവമെന്ന് അറിയിക്കാനാണ് ആ റാവിയെ കുറിച്ച് പറഞ്ഞത്. ആ റിപ്പോർട്ട് ചെയ്ത റാവിയാണ് മഹാനായ അനസ് ബിൻ മാലിക് റളിയല്ലാഹു തആല അൻഹു. ഹബീബായ പ്രവാചകനോടൊപ്പം നിഴല് പോലെ 10 വർഷം സഞ്ചരിക്കാൻ ഭാഗ്യം കിട്ടിയ മഹാനാണ് അനസ് ബിൻ മാലിക് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്. ഇമാം ബുഖാരി തങ്ങളും മുസ്ലിം തങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നു. ഖദംതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 10 സിനീൻ വല്ലാഹി മാ ഖാല ലി ഉഫൻ ഖത്തു വലാ ഖാല ലി ലിശൈഇൻ ലിമ ഫഅൽത കദാ ഹല്ലാ ഫഅൽത കദാ. ഓ അനസേ, ചെയ്തത് ശരിയായില്ലല്ലോ അനസേ, അതെന്തിനാ ചെയ്തത് അനസേ, അതെന്തുകൊണ്ട് ചെയ്തില്ല അനസേ. ഇങ്ങനൊരു വാക്കുപോലും 10 വർഷത്തെ ജീവിതത്തിൽ മഹാനായ ഹബീബായ പ്രവാചകൻ എന്നോട് പറഞ്ഞിട്ടില്ല എന്ന് വലിയ സമ്മതം കിട്ടിയ മഹാനായ അനസ് ബിൻ മാലിക് റളിയല്ലാഹു തആല അൻഹു ചില്ലറക്കാരനല്ല. അവിടുത്തെ ഒന്നാമത്തെ ഉസ്താദാരാ അനസ് ബിൻ മാലിക് റളിയല്ലാഹു തആല അൻഹുവിന്റെ ഒന്നാമത്തെ ഉസ്താദ് മുഹമ്മദുർ റസൂലുള്ളാഹ്. നേരെ 20ലേക്ക് പോയി. എന്താ പരിഹാരം? ഞാൻ നേരെ പറഞ്ഞു സ്വലാത്തിൽ ഒട്ടയി പറഞ്ഞാൽ നമ്മളെ വിഷയം അങ്ങോട്ടും പോകും. സ്വലാത്ത് നിർബന്ധമാണ്. ആകെ 100% അള്ളാഹു സ്വീകരിക്കുമെന്ന് ഉറപ്പ് പറയാൻ പറ്റുന്ന ഒരേ ഒരു അമൽ സ്വലാത്ത് മാത്രമാണ്. ഭൂമിയുടെ പുറന്തൊലിയോ നിസ്കാരം ഗ്യാരണ്ടി ഇല്ല. പ്രതീക്ഷ വേണം, പ്രാർത്ഥിക്കണം, പ്രത്യാശ വേണം. അള്ളാഹു സ്വീകരിക്കട്ടെ. ഏറ്റവും ഗൗരവപ്പെട്ട അമലാണ് നിസ്കാരം. ഇന്ന് വരെ ഏതെങ്കിലും ഒരു നിസ്കാരം, ഒരു വക്കത്ത് നിസ്കാരം അള്ളാഹു സ്വീകരിച്ചു എന്ന് ചങ്കൂറ്റത്തോടെ ഉറപ്പ് പറയാൻ പറ്റുന്ന ഞാനുണ്ടോ, നിങ്ങളുണ്ടോ? എത്രയോ വർഷമായിട്ട് നോമ്പെടുക്കുന്നു ഉസ്താദേ. ഒരു നോമ്പ് അല്ലാഹു തആല എൻ്റെ ഇന്ന വർഷത്തിലെ റമളാൻ മാസത്തിലെ ഇത്രാമത്തെ നോമ്പ് 17-ാം രാവിലെ നോമ്പ് അള്ളാഹു സ്വീകരിച്ചു എന്ന് ചങ്കൂറ്റത്തോടെ പറയാൻ പറ്റുന്ന ആരെങ്കിലും നമ്മുടെ കൂട്ടത്തിലുണ്ടോ? അള്ളാഹു സ്വീകരിക്കട്ടെ. ഇങ്ങനെ ഏത് അമൽ നോക്കിയാലും അങ്ങനെ ഉറപ്പില്ല. എന്നാൽ 100% അല്ലാഹു സ്വീകരിക്കുമെന്ന് ഉറപ്പുള്ള ഒരേ ഒരു അമലാണ് ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലൻ നബിയ്യി യാ അയ്യുഹല്ലദീന ആമനൂ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിലുള്ള സ്വലാത്ത് മഹബ്ബത്തിന്റെ ഏറ്റവും നല്ല പ്രണയപ്രസാദമായി സമർപ്പിക്കാൻ പറ്റുന്ന ഒരു അമലാണ് സ്വലാത്ത്. ഒരു സ്ത്രീ ഹസൻ ബസരി തന്നോടൊരു ദിനം പറയുന്നു വ്യസനം പൂണ്ടതാണല്ലോ മനം. ശുദ്ധ മലയാളമാണ്. ശ്രദ്ധിച്ചാൽ വലിയ വിശദീകരണം ഇല്ലാതെ പറഞ്ഞു പോവാം. വിഷയം സ്വലാത്താണ്. കേട്ടില്ല? ശ്രദ്ധിച്ചോ മോനെ? കൂടെ പിടിച്ചോണേ, പാടിത്തരാം. ഒരു സ്ത്രീ ഹസൻ ബസരി തന്നോടൊരു ദിനം പറയുന്നു വ്യസനം പൂണ്ടതാണല്ലോ മനം. ഒരു സ്ത്രീ വന്ന് മഹാനായ ഹസൻ അൽ ബസരി റളിയല്ലാഹു അൻഹുവിനോട് പറയുന്നു, മകളൊന്ന് എനിക്കുണ്ടായിരുന്നു, മരിച്ചുപോയി, എനിക്കൊന്ന് അവളെ കാണണം സ്വപ്നത്തിലായി. എനിക്കൊരു മകളുണ്ടായിരുന്നു, ആ മകള് മരിച്ചുപോയി, എനിക്കൊന്ന് സ്വപ്നം കാണണം. അതിനുള്ള മാർഗം തങ്ങളിൽ നിന്നാണ്, കിട്ടേണ്ടതും അതു തേടി വന്നവളാണ്. എന്തോ പറഞ്ഞു കൊടുത്തു കാണാനുള്ളത്, അതു കേട്ടു സന്തോഷത്തിലാണു നടന്നത്. ഇതുവരെയും കിട്ടിയോ? ഇതുവരെയും കിട്ടിയോന്ന്? പെണ്ണ് വീട്ടിൽ ചെന്ന് അറിഞ്ഞോ? വീട്ടിൽ ചെന്ന് ദിക്ർ ചൊല്ലി മഹാനായ ഹസൻ അൽ ബസരി റളിയല്ലാഹു തആല അൻഹു, ഈ അനസ് ബിൻ മാലിക് റളിയല്ലാഹു തആല അൻഹുവിന്റെ ശിഷ്യനാണ്. ആര്? താബിഈങ്ങളിൽ പ്രമുഖനായ ഹസൻ അൽ ബസരി റളിയല്ലാഹു അൻഹു. മഹാനവറുകൾ പറഞ്ഞ ദിക്റും ചൊല്ലി ആ പെണ്ണ് കിടന്നുറങ്ങി. അന്ന് രാത്രി മകളെ സ്വപ്നം കാണാം. ഏത് കോലത്തിലാ സ്വപ്നം കാണുന്നത്? വല്ലാത്ത വേദനാജനകമായ കോലം. കൈകാലുകൾ ചെങ്ങലക്കിട്ടിരിക്കുന്ന കോലം, മട്ടഹസി കരയുകയാണ്. ഒരു നാരകീയമായ അന്തരീക്ഷം. ഞെട്ടിയുണർന്നു പൊട്ടിക്കരഞ്ഞു. ഇലാ ഹദറത്തി ഹസൻ അൽ ബസരി റളിയല്ലാഹു തആല അൻഹുവിന്റെ ഹദറത്തിൽ വന്നു. കരഞ്ഞുകൊണ്ട് കാര്യം പറഞ്ഞു. തങ്ങൾക്കും വശമമായി സമാധാനിപ്പിച്ച് സമാശ്വാസത്തിന്റെ വാക്കുകൾ പറഞ്ഞ് സ്വാന്തനപ്പെടുത്തി പെണ്ണിനെ വീട്ടിലേക്ക് പറഞ്ഞു വിട്ടു.
കുറെ നാളുകൾക്ക് ശേഷം മഹാനായ ഹസൻ അൽ ബസരി റളിയല്ലാഹു തആല അൻഹു ഒരു സ്വപ്നം കാണുകയാണ്. എന്താണ് സ്വപ്നം? കാണാനഴകുള്ള സുന്ദരിയായ സുമുഖിയായ ഒളിമിന്നുന്ന വെട്ടിത്തിളങ്ങുന്ന സുന്ദരവദനത്തോടെ ഒരു കൊച്ചു പെൺകുട്ടി ശിരസിൽ കിരീടവും വെച്ച് മുത്തുപൊഴിയുന്ന ചിരിയും ചിരിച്ച് തങ്ങളോട് ചോദിക്കുന്നു, എന്നെ അറിയുമോ തങ്ങളെ? എന്നെ പരിചയമുണ്ടോ തങ്ങളെ? മഹാനായ ഹസൻ അൽ ബസരി റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്, മോളെ നിന്നെ എനിക്കറിയില്ല, നീ ഏതാണ്, ആരാണ്? എൻ്റെ ഉമ്മ പണ്ട് പറഞ്ഞ കാര്യം ഓർക്കുമോ? എൻ്റെ ഉമ്മ എന്നെ കാണാൻ വേണ്ടി ദിക്റൊക്കെ മേടിച്ചോണ്ട് പോയില്ലേ, ആ മോളാണ് ഞാൻ. മഹാനായ ഹസൻ അൽ ബസരി റളിയല്ലാഹു അൻഹു ചോദിക്കുന്നു, ഉമ്മമാരെ ശ്രദ്ധിക്കണേ, തങ്ങൾ ചോദിക്കുന്നു, അല്ല നിന്റെ ഉമ്മ കണ്ടത് കോലത്തിലല്ലല്ലോ, വലിയ ബേജാറുള്ള കോലമായിരുന്നല്ലോ, നരകത്തിന്റെ ശിക്ഷ അനുഭവിക്കുന്ന കോലമായിരുന്നല്ലോ. ഇപ്പൊ നീ സന്തോഷവതിയാണ്, പുഞ്ചിരിക്കുന്നുണ്ട്, നിന്റെ ശിരസിൽ കിരീടമുണ്ട്, ഒരു പ്രശ്നവുമില്ല. ഇത്ര പെട്ടെന്നൊരു മാറ്റമുണ്ടാകാനുള്ള കാരണം എന്താണ് മോളെ? ഉടൻ തന്നെ ആ പെൺകുട്ടി പറയുന്നു, ഞങ്ങൾ 550 ആളുകൾ താമസിച്ചിരുന്ന ഞങ്ങളുടെ ഖബർസ്ഥാനിൽ ഞാൻ അടക്കമുള്ളവർ ശിക്ഷയ്ക്ക്, അല്ലാഹുവിന്റെ ശിക്ഷയ്ക്ക് വിധേയപ്പെട്ടുകൊണ്ട് നട്ടം തിരിയുകയായിരുന്നു. ആ സമയത്താണ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലമ തങ്ങളുടെ പേരിൽ ആരോ ഒരാൾ ഒരു സ്വലാത്ത് ചൊല്ലി ഞങ്ങൾക്ക് ആ ഖബർസ്ഥാനിലേക്ക് ഹദിയ ചെയ്ത് നടന്നുപോയി. ഒരു സ്വലാത്ത് ഞങ്ങളുടെ ഖബർസ്ഥാനിലേക്ക് നിയത്ത് ചെയ്ത് അദ്ദേഹം ചെയ്തിട്ട് അത് ഞങ്ങൾക്ക് ഹദിയ ചെയ്തുകൊണ്ട് നടന്നുപോയി. ആ സ്വലാത്തിന്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു ഞങ്ങൾക്ക് പുറത്തു തന്നു. ഞങ്ങളുടെ ഖബറുകളൊക്കെ അല്ലാഹു തആല വെളിച്ചമാക്കി തന്നു. സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ് സലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ പരിസര ഖബറുകളിലുണ്ട്, പല പള്ളിക്കാടുകളിലുമുണ്ട്. അവരുടെ ഖബറുകളിലേക്ക് ഞങ്ങൾ ചൊല്ലിയ സ്വലാത്തിന്റെ സവാബുകൾ നൽകണേ അല്ലാഹ്. മഹാനായ അനസ് ബിൻ മാലിക് റളിയല്ലാഹു തആല അൻഹുവിന്റെ ഒന്നാമത്തെ ഉസ്താദ് ആരാണ്? സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. പിന്നെ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു, മുആദ് ബിൻ ജബൽ, അബൂ ദർറുൽ ഗിഫാരി, സൽമാൻ അൽ ഫാരിസി, അബ്ദുല്ലാഹി ബിൻ റവാഹ, അബ്ദുല്ലാഹി ബിൻ അബ്ബാസ്, അബൂ മൂസ അൽ അശ്അരി, അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു. ഇത്രയും പ്രധാനപ്പെട്ട ഉസ്താദാണ് മഹാനായ അനസ് ബിൻ മാലിക് റളിയല്ലാഹു തആല അൻഹുവിന്റെ ഉസ്താദുമാർ. മുഹമ്മദ് ബിൻ സീരീൻ, സാബിത്തുൽ ബന്നാനി, ഹസൻ അൽ ബസരി അടക്കമുള്ള റളിയല്ലാഹു അൻഹും ശിഷ്യ പരമ്പരകളുള്ള മഹാനാണ് അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു. അല്ലാഹ് ആ മഹാനാണ് ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഒരാൾ സംശയിച്ചു പോയാൽ അവൻ ഇസ്ലാമിന്റെ ബൗണ്ടറിയിൽ നിന്ന് പോലും പുറത്തു പോകുന്ന ഗൗരവമാണ്. എന്റെ ചെറിയൊരു അന്വേഷണത്തിൽ 100ഓളം തവണ ഈ ഹദീസ് ആവർത്തിച്ചു വന്നിട്ടുണ്ട്. ഉസ്താദന്മാരോട് ചോദിച്ചാൽ അതിൽ കൂടുതൽ തവണ അറിയാൻ പറ്റും. 100 തവണയോളം ഈ ഹദീസ് കിതാബിൽ ആവർത്തിച്ചു വന്നിട്ടുണ്ട്. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു 4 തവണ ഈ ഹദീസ് കൊണ്ടുവന്നിട്ടുണ്ട്. ഇമാം മുസ്ലിം തങ്ങൾ 4 തവണ, ഇമാം തിർമിദി ഫി ജാമിഉ തിർമിദിയിൽ 2 തവണ, അബൂ ദാവൂദ് ഇമാം അവിടുത്തെ സുനനിൽ 1 തവണ, അഹ്മദ് ബിൻ ഹംബൽ ശൈബാനി റളിയല്ലാഹു അൻഹു അവിടുത്തെ മുസ്നദിൽ 26 തവണ ഈ ഹദീസ് കൊണ്ടുവന്നിട്ടുണ്ട്. അങ്ങനെ ഇബ്നു ഹിബ്ബാൻ, ഇമാം നസായി, ബൈഹഖി, മാലിക് ബിൻ അനസ് റളിയല്ലാഹു അൻഹു, ധാരാളം മഹാന്മാർ ഈ ഹദീസ് വളരെ ആവേശത്തോടെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 23 ഇമാമിങ്ങൾ ഈ ഹദീസ് ഉദ്ധരിച്ചിട്ടുണ്ട്. എല്ലാവരുടെ പേര് പറയാൻ സമയമില്ല. 23 ഇമാമിങ്ങൾ ഈ ഹദീസ് കൊണ്ടുവന്നിട്ടുണ്ട്. ആ ഹദീസിലേക്ക് കടക്കാം. ഏതാണ് ആ ഹദീസ് എന്നറിയുവോ? ഒരു അറാബിയായ മനുഷ്യൻ കടന്നു വരുകയാണ്. മഹബ്ബത്തിന്റെ പ്രാധാന്യം വിളിച്ചോതുന്ന വളരെ പ്രധാനപ്പെട്ട പിൻബലമുള്ള ഒരു ഹദീസ്. ആ ഹദീസ് പറഞ്ഞുകൊണ്ട് ചുരുക്കാം. ഹബീബായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വആലിഹി വസ്വഹാബിഹി വസല്ലമ തങ്ങളുടെ അടുക്കലേക്ക് ഒരു അറാബിയായ മനുഷ്യൻ കടന്നു വരുകയാണ്. യാ റസൂലല്ലാഹ് മതസ്സാഅതു യാ ഹബീബല്ലാഹ്, അവസാന നാളെപ്പോഴാണ് നബിയെ?
ഖിയാമത്ത് നാൾ എപ്പോഴാണ് നബിയെ, അന്ത്യനാൾ എപ്പോഴാണെന്നൊന്ന് പറഞ്ഞു തരുമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു മറുചോദ്യം ചോദിക്കുകയാണ്. അന്ത്യനാൾ എപ്പോഴാണെന്ന് പറഞ്ഞു കൊടുക്കുന്നതിന് പകരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തിരിച്ചൊരു ചോദ്യം ചോദിക്കുകയാണ്. ആ അന്ത്യനാളിലേക്ക് കൊണ്ടുപോകാൻ നിന്റെ കയ്യിൽ എന്താണുള്ളത് മോനെ? എപ്പോഴാണ് അന്ത്യനാളെന്ന് ചോദിക്കുന്നു. ആ അന്ത്യനാളിലേക്ക് ഹിസാബ് എടുക്കുമ്പോ നിന്റെ കയ്യിൽ എന്ത് അമലാണുള്ളത് പൊന്നുമോനെ? ആ ചെറുപ്പക്കാരൻ പറയുന്ന അറാബിയായ ആ മനുഷ്യൻ പറയുകയാണ്, യാ റസൂലല്ലാഹ്, എന്റെ കയ്യിൽ ഒരുപാട് നിസ്കാരമില്ല നബിയേ, ഒരുപാട് നോമ്പില്ല നബിയേ, ഒരുപാട് അമാലുകളില്ല നബിയേ, വലാകിന്നീ ഉഹിബ്ബുല്ലാഹ വറസൂലഹു, എങ്കിലും യാ റസൂലല്ലാഹ് ഇന്നി ഉഹിബ്ബുക യാ റസൂലല്ലാഹ്, എനിക്ക് അങ്ങയോടുള്ള ഇഷ്ടമുണ്ട് നബിയേ, എനിക്ക് അങ്ങയോട് മഹബ്ബത്തുണ്ട് നബിയേ, ഞാൻ പ്രതീക്ഷിക്കുന്നത് അങ്ങയോടുള്ള മഹബ്ബത്താണ്. ഇതങ്ങ് പറയുമ്പോ തന്നെ പരിസരത്തുള്ള സഹാബികൾ സടകുടഞ്ഞെഴുന്നേൽക്കുകയാണ്. ഇതിനു മറുപടി ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്താണെന്ന് പറയുന്നതറിയാ? പരിസരത്തുള്ള മുഴുവൻ സഹാബികളും അങ്ങ് എഴുന്നേൽക്കുകയാ. കാരണം അതിന്റെ മറുപടികൾ അവർക്കറിയണം. മുത്തുമുഅ്മിനീങ്ങളെ, അതിന്റെ മറുപടികൾ സ്വഹാബികൾക്കറിയണം. കാരണം അവരുടെ കൽബിലുള്ളതെല്ലാം പ്രവാചകനോടുള്ള പ്രണയമാണ്. അല്ലാ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, അൽ മർഉ മഅ മൻ അഹബ്ബ, ഒരാൾ ആരെ ഇഷ്ടപ്പെട്ടോ പരലോകത്തിൽ അവരോടൊപ്പമാണ്. മോനെ, നീ എന്നെയാണോ ഇഷ്ടപ്പെട്ടത്? പരലോകത്തിൽ നിനക്ക് ഞാൻ കൂട്ടായി ഉണ്ടാകും. അല്ലാ ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫീ ഖൽബി ഗൈറുല്ലാഹ് നൂർ മുഹമ്മദ് സല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൽ ഹസ്ബി റബ്ബി قلبي غير الله نور محمد صلى الله لا إله إلا الله. ഇത് കേട്ടായിരുന്നു നമ്മൾ തൊട്ടിൽ മുമ്പുള്ള ഉമ്മമാര് ഇങ്ങനെയുള്ള പാട്ടൊക്കെ പാടിയിട്ടായിരുന്നു തൊട്ടിലാട്ടിയിരുന്നത്. ഇത് കേട്ടായിരുന്നു നമ്മൾ വളർന്നു വന്നത്. പുതിയ തലമുറയ്ക്ക് ഇതൊന്നും പരിചയമില്ല. കാരണം എന്താണ്? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നൂറിനെ പ്രശംസിച്ചുകൊണ്ട് ചെയ്യുന്ന വലിയ ബൈത്താണിത്. ഒന്ന് ചൊല്ലി റാഹത്തിൽ, ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫീ ഖൽബി ഗൈറുല്ലാഹ് നൂർ മുഹമ്മദ് ലാ ഇലാഹ ഇല്ലല്ലാഹ് तेरे सदक़े में आका सारे जहां को दीन मिला, बेदीनों ने कलमा पढ़ा ला इलाहा इल्लल्लाह. अल्लाह हस्बी रब्बी ما في قلبي غير الله نور محمد صلى الله لا إله إلا الله. सिमत नबी बो जहल गया आका से उसने ये कहा, गर हो नबी बतलाओ जरा मेरी मुट्ठी में है क्या. सिमत नबी बो जहल गया आका से उसने ये कहा, गर हो नबी बतलाओ जरा मेरी मुट्ठी में है क्या. आका का फरमान हुआ और फसले सुबहान हुआ, मुट्ठी से पत्थर बोला ला इलाहा इल्लल्लाह. अल्लाह हस्बी रब्बी जल्लल्लाह मा फी गैरुल्लाह नूर मुहम्मद സല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. പ്രവാചകൻ പറഞ്ഞു,
അന്ത മഅമൻ അഹ്ബബ്ത, നീ ആരെയാണോ ഇഷ്ടപ്പെട്ടത് പരലോകത്തിൽ അവരോടൊപ്പം ഒരുമിച്ച് കൂടാം. എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, ഒരൽപ്പം ഗൗരവത്തിലൊന്ന് കേൾക്കണം, വളരെ ഗൗരവത്തിൽ ചെറുപ്പക്കാരൊന്ന് കേൾക്കണം, സഹോദരങ്ങളൊന്ന് കേൾക്കണം. നമ്മുടെ മുമ്പിൽ ഒരു മൗത്ത് വരാനുണ്ട്. ജീവിതം തുടങ്ങുന്നത് മരണത്തോടുകൂടിയാണ്. ആ ലോകത്ത് കൈപിടിക്കാനുള്ള നേതാവാണ്. സർവ്വ അധികാരങ്ങളും അള്ളാഹു കൊടുത്ത മഹൽ വ്യക്തിപ്രഭാവമാണ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അംഗീകരിച്ചപ്പോഴാണ് പ്രവാചകന്മാർക്ക് പ്രവാചകത്വം പോലും അള്ളാഹു നൽകിയത്. വിശുദ്ധമായ ഖുർആനിലുണ്ട്, കടന്നു പോകാൻ സമയം പോരാ. അള്ളാഹു പരലോകത്ത് വെച്ച് ചെയ്ത ഉടമ്പടിയെ കുറിച്ച് വിശുദ്ധമായ ഖുർആൻ പറയുന്നുണ്ട്. അള്ളാഹു എത്രത്തോളം പരിഗണനയാണ് പ്രവാചകന് കൊടുത്തത്. അതുകൊണ്ട് നമ്മൾ ആ പ്രവാചകനെ പരിഗണിച്ചില്ലെങ്കിൽ, ആരെക്കാളും എന്തിനേക്കാളും പ്രവാചകനോട് ഇഷ്ടം കൂടിയില്ലെങ്കിൽ, നാളെ ഖബറിൽ ആ പ്രിയപ്പെട്ട നേതാവിൻ്റെ ചിത്രം കാണിക്കുമ്പോ അവിടെ എനിക്കറിയില്ലെന്ന് പറഞ്ഞു പോയാൽ, അവിടെ എനിക്ക് പരിചയമില്ലെന്ന് പറഞ്ഞു പോയാൽ, എൻ്റെ പ്രിയപ്പെട്ടവരെ, അല്പം മുമ്പ് ഖസീദത്തുൽ ബുർദ ഇവിടെ പാരായണം ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രണയപ്രസാദങ്ങളുടെ കാവ്യ തല്ലജങ്ങളെ കോർത്തിണക്കിയ ലോകപ്രശസ്തമായ ഖസീദത്തുൽ ബുർദ അത് ചില്ലറ കാവ്യമല്ല ഉമ്മ. ചെറുപ്പക്കാരാ, അത് ചെറുതല്ല. മഹാനായ കൊണ്ടൂർ ഉസ്താദാണ് നമുക്ക് കൂടുതൽ അതിനെ പ്രസക്തമാക്കി തന്നത്. അല്ലാഹു കൊടുത്ത ദറജ വർദ്ധിപ്പിക്കുമാറാകട്ടെ. ഇങ്ങനെയുള്ള മദ്ഹും മൗലിദുകളും കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഇഷ്ടം വച്ചാൽ, പരിചയമുള്ള ആൾ ഇതെന്റെ ഹബീബാണെന്ന് ആ ചിത്രം കാണിക്കുമ്പോൾ പറയാൻ പറ്റും. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ചില്ലറ സാധനമില്ല, സന്ദർഭോചിതമായി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പ്രണയപ്രസാദമായി ലോകത്ത് സമർപ്പിച്ചിട്ടുള്ള ഒരുപാട് ഗ്രന്ഥങ്ങളുണ്ട്, മഹാന്മാർ രചിച്ചിട്ടുള്ള. അതിൽ വലിയ പ്രസക്തിയുള്ളതാണ്, ലോകത്തിൽ വലിയ വിലാസമുള്ള അനുരാഗത്തിന്റെ കാവ്യതല്ലജങ്ങളുള്ള ഖസീദത്തുൽ ബുർദ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അംഗീകരിച്ച ഗ്രന്ഥമാണ്. ഞാൻ പറഞ്ഞതല്ല. ഇമാം ഖർബൂത്തി റളിയല്ലാഹു അൻഹു അവിടുത്തെ അസീദത്തു ശുഹദയിൽ ആ ഒരു സംഭവം പറയുകയാണ്. എന്താണ് സംഭവം? മഹാനായ ഇമാം ബൂസൂരി റളിയല്ലാഹു തആല അൻഹു, ശ്രദ്ധിക്കണം, ഞാനിത് പറഞ്ഞുകൊണ്ട് ചുരുക്കുകയാണ്. ഇമാം ബൂസൂരി റളിയല്ലാഹു തആല അൻഹു ഈ പരിശുദ്ധമായ ഖസീദത്തുൽ ബുർദ അതാ എഴുതി പൂർത്തിയാക്കിയിട്ട് തൊട്ടടുത്ത ദിവസം ഇങ്ങനെ പുറത്തുകൂടി നടന്നു പോകുമ്പോൾ, അങ്ങാടിയിലൂടെ നടന്നു പോകുമ്പോൾ, അല്ലാ ഈ ഖസീദ പൂർത്തിയാക്കിയ വിഷയം ഒരാളോടും പറഞ്ഞില്ല, വീട്ടുകാർക്കും അറിയില്ല, കൂട്ടുകാർക്കും അറിയില്ല, അത് പുറത്ത് പബ്ലിഷ് ചെയ്തിട്ടില്ല. ഒരാളിനോടും ഇങ്ങനെ ഒരു മനോഹര കാവ്യം ഞാൻ എഴുതിയിട്ടുണ്ട് എന്ന് അറിയില്ല. എന്നാലോ മഹാനവറുകൾക്ക് ധാരാളം കവിതകൾ വേറെയുണ്ട്. അങ്ങനെ അങ്ങാടിയിലൂടെ നടന്നു പോകുമ്പോൾ തൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരനായ അബുൽ ഖറജ് റളിയല്ലാഹു അൻഹുവിനെ കണ്ടുമുട്ടുകയാണ്. അബുൽ ഖറജ് തങ്ങൾ ചോദിക്കുകയാണ്, യാ സയ്യിദി, ഓ കൂട്ടുകാരാ, ഹാത്തി ഖസീദതക, നിങ്ങളുടെ ആ ഖസീദ ഇങ്ങോട്ടൊന്ന് തരുവോ? നിങ്ങളുടെ ഖസീദ എനിക്കൊന്ന് തരുവോ? ഉടൻ തന്നെ മഹാനായ ഇമാം ബൂസൂരി റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്, ഫഅന്നി മദഹ്തുഹു മിൻ ബിഖസായിദ കസീറ, ഞാൻ ഒരുപാട് ഖസീദകൾ രചിച്ചിട്ടുണ്ടല്ലോ, നീ ഏതാണ് ഉദ്ദേശിക്കുന്നത്? ഉടൻ തന്നെ അബുൽ ഖറജ് തങ്ങൾ പറയുകയാണ്, ഹിയ അവ്വലുഹാ അമിൻ തദക്കുരി ജീറാനിൻ ബിദി സലമി മസജത ദംഅൻ ജറാ മിൻ മുഖ്ലത്തിൻ ബിദമി. ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന് മദീനയുടെ മൾപ്പരപ്പിലേക്ക് അനന്തകോടി അനുരാഗികളുടെ കോടാനകോടി അനുരാഗ കണ്ണുനീര് സ്വീകരിച്ചുകൊണ്ട് പരിമളമോറുന്ന പരിശുദ്ധമായ പച്ചക്കുബ്ബയിലേക്കൊരു സ്വലാത്ത് മൗലായ സ്വല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം. ഇമാം ഖർബൂത്തി തങ്ങൾ എഴുതുകയാണ്, അബുൽ ഖറജ് തങ്ങൾ പറയുകയാണ്, ഞാൻ ചോദിച്ച ഖസീദയുടെ തുടക്കം അമിൻ തദക്കുരി, ഈ പറഞ്ഞ വരികളാണ് തുടക്കത്തിലുള്ളത്.
മഹാനായ ഇമാം ബൂസൂരി തങ്ങൾ ഞെട്ടിപ്പോയി. കാരണം ഈ കവിതയുടെ കാര്യം ഒരാളിനോടും പറഞ്ഞിട്ടില്ല, പുറത്താർക്കും അറിയുകയുമില്ല. ഇതെങ്ങനെയാണ് നീ അറിഞ്ഞതെന്ന് ചോദിക്കുമ്പോൾ, ഇന്നലെ രാത്രി ഞാൻ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വപ്നം കണ്ടു. ഇന്നലെ രാത്രി എൻ്റെ ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കിനാവിൽ കണ്ടു. ഞാൻ കാണുന്ന കാഴ്ച അത്ഭുതകരമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുചാരത്ത് നിങ്ങൾ ഇരിക്കുന്നുണ്ട് ബൂസൂരി തങ്ങളെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിൽ നിങ്ങൾ ഈ കവിത ഇങ്ങനെ ആലാപനം ചെയ്യുന്നുണ്ട്. ആ സമയത്ത് മുത്തുനബി വഹുവ യതമാസലു വയതഹറകു ഇസ്തിഹ്സാനൻ തഹറകൽ അഗ്സാനുൽ മുസ്മിറ ബിഹുബൂബി നസീമിർ റിയാ. ഫലവൃക്ഷങ്ങളിൽ ശിഖരങ്ങളിൽ ഫലമിങ്ങനെ കായ്ച്ചു കൊടുക്കുമ്പോൾ, ചെറിയ മന്ദമാരുതൻ കുളിർത്തന്നലടിക്കുമ്പോൾ, കാറ്റടിക്കുമ്പോൾ ആ ശിഖരങ്ങൾ ഇങ്ങനെ മെല്ലെ മെല്ലെ ആടാറുണ്ടല്ലോ. അതുപോലെ അങ്ങയുടെ ഖസീദയെ ആസ്വദിച്ചുകൊണ്ട് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആടിയാടി ആടിയാടി അത് കേട്ട് ആസ്വദിക്കുന്നത് ഞാൻ കണ്ടു. ആ ബുറുദ ചെറുതല്ല എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വലിയ ഇഷ്ടപ്പെട്ടതാണ്. ഒരുപാട് ആളുകൾ ബുറുദയെ സ്നേഹിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വപ്നം കണ്ടിട്ടുണ്ട്. തൽക്കാലം ഞാൻ ആ ഭാഗത്തേക്ക് പോകുന്നില്ല. അല്ലാഹുവേ, ഞങ്ങൾക്കും ആ സൗഭാഗ്യം നൽകണേ അല്ലാ, സൗഭാഗ്യം നൽകണേ അല്ലാ, സൗഭാഗ്യം നൽകണേ അല്ലാ. കണ്ടവർക്കിനിയും ആ മഹത്തായ ഭാഗ്യത്തിന് അവസരം നൽകണേ അല്ലാ. അതുകൊണ്ട് ഖബറിൽ ആ ചിത്രം കാണിക്കുമ്പോ എൻ്റെ ഹബീബാണെന്ന് പറയണമെങ്കിൽ ആ മൗലിദും മദ്ഹും നമ്മുടെ കൽബിൽ ഉണ്ടാകണം. ആലോചിച്ചു നോക്ക്, അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ച സമയമല്ലാതെ ഒരൽപ്പ സമയം അങ്ങോട്ടോ ഇങ്ങോട്ടോ ഇല്ല. ഞാനും നിങ്ങളും ഇപ്പൊ ശ്വസിക്കുന്നുണ്ട്, ഉച്ഛ്വസിക്കുന്നുണ്ട്. അതിൻ്റെ കൃത്യമായ എണ്ണം പോലും അല്ലാഹു രേഖപ്പെടുത്തി വെച്ചിരിക്കുകയാണ്. അല്ലാ എവിടെയാണ് എപ്പോഴാണ് മറഞ്ഞു വീഴുന്നതെന്ന് പറയാൻ പറ്റൂല. ഭക്ഷണത്തിന്റെ മുമ്പിൽ നിന്ന് ഭക്ഷണം കഴിച്ചു തീരുന്നതിന് മുമ്പേ മരണപ്പെട്ട എൻ്റെ അയൽവാസിയുടെ സംഭവമുണ്ട്. മരിച്ചു വീണപ്പോൾ തന്നെ വിരലിട്ട് വായിൽ കഴിച്ച ഭക്ഷണത്തിന്റെ അവശിഷ്ടങ്ങൾ പിന്നെ വിരലിട്ടങ്ങ് കുത്തിയെടുത്തതാണ്. അല്ലാ അത് പൂർത്തിയാക്കാൻ പറ്റിയിട്ടില്ല. യാത്ര മംഗലാപുരത്ത് അതാ കരുനാഗപ്പള്ളിയിൽ ഇറങ്ങേണ്ടതിന് പകരം ഒരു ദിവസം മൊത്തം ട്രെയിനിൽ മയ്യത്താണ് യാത്ര ചെയ്ത് മംഗലാപുരത്തെത്തിയത്. ഒരാൾ മറന്നില്ല മയ്യത്താണ് ഇരിക്കുന്നതെന്ന്. അങ്ങനെ എത്ര സംഭവങ്ങളാണ്. ഉറങ്ങാൻ കിടന്നാള് പ്രിയപ്പെട്ട സഹധർമ്മിണി വിളിക്കുമ്പോൾ വയനാട് കൽപ്പറ്റയിലുള്ള എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ചെറുപ്പക്കാരനായിരുന്നു. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് മരണപ്പെട്ട പുതിയ ഹപ്പിളയായ ആ പ്രിയപ്പെട്ട കൂട്ടുകാരനല്ല. ഭാര്യ രാവിലെ വിളിച്ചു നോക്കുമ്പോ പുത്തണുപ്പു ഉടുപ്പിന്റെ പുതുമണവും അത്തറിന്റെ നറുമണവും മാറിയിട്ടില്ല, മണിയറയുടെ സുഗന്ധം മാറിയിട്ടില്ല. തുച്ഛമായ ദിവസങ്ങൾ, വിവാഹം കഴിഞ്ഞ് തുച്ഛമായ ദിവസങ്ങൾ കഴിയുമ്പോൾ രാവിലെ സുബഹിക്ക് മുമ്പ് പ്രിയപ്പെട്ട ഭാര്യ വിളിക്കുമ്പോൾ ഉണരുന്നില്ല. ഇന്നാ ലില്ലാഹ്. അതുകൊണ്ട് എപ്പോൾ എവിടെ എങ്ങനെയാണെന്ന് നമുക്ക് നിശ്ചയിക്കാൻ പറ്റൂല. നമുക്കൊരു മൗത്ത് വരാനുണ്ട്. അള്ളാഹു നിശ്ചയിച്ച ശ്വാസനിശ്വാസമുണ്ട്, അതിനപ്പുറത്ത് ശ്വസിക്കാൻ പറ്റൂല. സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിന്റെ ഉള്ളിലാണ്, പറഞ്ഞിട്ട് കാര്യമില്ല. വിദഗ്ധന്മാരായ ഡോക്ടേഴ്സ് ഉണ്ട്, പറഞ്ഞിട്ട് കാര്യമില്ല. ഓക്സിജന്റെ സിലിണ്ടറുകൾ അടുക്കി വെച്ചിട്ടുണ്ട്, ഒരെണ്ണം ഘടിപ്പിച്ചിട്ടുണ്ട്, പറഞ്ഞിട്ട് കാര്യമില്ല. നഴ്സന്മാരുടെ സമ്മേളനം തന്നെയുണ്ട്, പറഞ്ഞിട്ട് കാര്യമില്ല. 999 ശ്വാസനിശ്വാസം അല്ലാഹു ദാനമായി തന്നതിനപ്പുറം 1000 തികയ്ക്കാൻ എനിക്കോ നിങ്ങൾക്കോ കഴിയില്ല. പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, പ്രിയപ്പെട്ട പെങ്ങന്മാരെ, ഉമ്മമാരെ, അവിടെ ഓക്സിജൻ ഇല്ലാത്തത് കൊണ്ടല്ല, ശ്വസിക്കാൻ വായു പരിസരത്തില്ലാത്തത് കൊണ്ടല്ല. നിന്റെ അടുത്ത് നിൽക്കുന്ന ഡോക്ടർമാര് ശ്വസിക്കുന്നുണ്ട്, അവർക്ക് പ്രശ്നമില്ല. പരിസരത്ത് നിൽക്കുന്ന ബന്ധുമിത്രാദികൾ ശ്വസിക്കുന്നുണ്ട്, അവർക്ക് കുഴപ്പമില്ല. എന്താണ് സംഭവിച്ചത്? നിനക്ക് അനുവദിച്ച അളവ് തീർന്നുപോയി.
അതുകൊണ്ട് ആ സമയം തൊട്ടടുത്ത നിമിഷമാകാം, വല്ലാത്തൊരു സമയമാണ് ആ സമയം. അതുകൊണ്ട് എപ്പോഴും നമ്മൾ ചിന്തിക്കണം, അല്ലാ നമ്മുടെ ആഖിബത്ത്. ഞാൻ ആലോചിക്കുന്നത്, എനിക്ക് മുമ്പ് പ്രസംഗിച്ച ഏതോ ഒരു ഉസ്താദ് അവറുകൾ ഞാൻ തൊട്ടപ്പുറത്ത് നിന്ന് കേൾക്കുന്നുണ്ടായിരുന്നു. ആഖിബത്ത് നന്നാവണമെന്ന് ആവർത്തിച്ചു പറയുന്നത് കേട്ടു. അവസാനം നന്നായി മരിക്കണമെന്ന് ആവർത്തിച്ചു പറയുന്നത് കേട്ടു. അൽഹംദുലില്ലാഹ്, എനിക്ക് തോന്നുന്നത് ഈ സ്ഥാപനത്തിന്റെ കടിഞ്ഞാൻ പിടിക്കുന്ന സിബഗത്തുള്ള സഖാഫി ഉസ്താദാണെന്ന് തോന്നുന്നു. അല്ലാഹു ഉസ്താദിനും കൂടെയുള്ള സഹപ്രവർത്തകർക്കും മറ്റു ഉസ്താദന്മാർക്കുമെല്ലാം പടച്ചവനെ ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകണേ അല്ലാ. നമ്മുടെ വീട്ടിൽ 4 മക്കളാണ്, ഭാര്യയാണ്, ഉമ്മയാണ്, ഉപ്പയാണ്, 5 or 6 മെമ്പർമാർക്ക് വേണ്ടിയിട്ട് കഠിനാധ്വാനം ചെയ്തിട്ടും രണ്ടറ്റം കൂട്ടിമുട്ടുന്നില്ലെങ്കിൽ 100 200 മക്കളെ ഒരു ദിവസം അങ്ങ് വൈകി വെളുത്താ നേരം വെളുത്ത് വൈകുമ്പോൾ അല്ലാ, ഈ ഉസ്താദന്മാരെ നെഞ്ചത്ത് ആദിയാണ്. ഇന്നത്തെ അവരുടെ ഭക്ഷണം എങ്ങനെയാണ്, നാളത്തെ ഭക്ഷണം എങ്ങനെയാണ്, അവരുടെ കാര്യം എങ്ങനെയാണ് എന്ന് ചിന്തിക്കുന്ന ഒരു കൂട്ടം മക്കളെ പോറ്റുന്ന ഈ ഉസ്താദുമാർ, എത്ര വലിയ ബറക്കത്താണ് ഈ നാടിന് അല്ലാഹു നൽകിയ വലിയൊരു സമ്മാനമാണ് ഈ സ്ഥാപനം. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, നമ്മുടെ അവസാനം നന്നാകണം, ആഖിബത്ത് നന്നാകണം, പുഞ്ചിരിച്ചുകൊണ്ട് മരിക്കണം, നല്ലതുപോലെ ഖബറിലേക്ക് യാത്രയാകണം. ജീവിതം തുടങ്ങുകയാണ്, പിന്നെ മരണമില്ല, മരണമില്ല, മരണമില്ല. സമയം എന്നത് ദുനിയാവിൽ മാത്രം ഒരു സംഭവമാണ്, പ്രതിഭാസമാണ്, അത്ഭുതമാണ്. ഇന്ന് വരെയും സയൻസിന് പോലും അത് വല്ലാത്തൊരു മിസ്റ്ററിയാണ് സമയം, ടൈം എന്ന് പറഞ്ഞാൽ. ഇന്ന് വരെയും അതിന് ഡെഫിനിഷൻ ഒരാളും കണ്ടെത്തിയിട്ടില്ല. ഗലീലിയോ നോക്കി കണ്ടെത്തിയിട്ടില്ല, അതുപോലെ പല സയന്റിസ്റ്റുമാരും നോക്കി അവർ കണ്ടെത്തിയിട്ടില്ല, ഐസക് ന്യൂട്ടൻ നോക്കി കണ്ടെത്തിയിട്ടില്ല സമയം എന്താണെന്നുള്ളൊരു അത്ഭുതം. അല്ലാ 200 വർഷങ്ങൾക്ക് ശേഷം വന്ന അതേ ഐൻസ്റ്റീൻ വന്നു നോക്കി സമയത്തെക്കുറിച്ച് പറയാൻ ശ്രമിച്ചു, നടന്നിട്ടില്ല. മാത്രമല്ല, ഈ അടുത്ത് മരണപ്പെട്ടു പോയ സ്റ്റീഫൻ ഹോക്കിംഗ് എന്ന് പറയുന്ന അമേരിക്കയുടെ സ്വകാര്യ അഹങ്കാരമായിരുന്ന ആ സ്റ്റീഫൻ ഹോക്കിങ്ങും ശ്രമിച്ചു നോക്കി സമയത്തെക്കുറിച്ച് പറയാൻ. അദ്ദേഹം ഒരു ടെക്സ്റ്റ് തന്നെ എഴുതിയ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ടൈം എന്നാണ് ആ ടെക്സ്റ്റിന്റെ പേര്. സമയത്തെക്കുറിച്ച് പറയാനാണ് നോക്കിയത്, പരാജയമായിരുന്നു ഫലമുണ്ടായിരുന്നത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹു ഈ ലോകത്ത് പരിമിതികൾ ഉണ്ടായത് കൊണ്ട് വെച്ചിട്ടുള്ളൊരു പ്രതിഭാസമാണ് സമയം. പക്ഷേ മൗത്ത് തുടങ്ങുമ്പോൾ പിന്നെ സമയത്തിന് പ്രസക്തിയില്ല. സമയമെന്ന പ്രതിഭാസം അല്ലാഹു എടുത്തു മാറ്റുകയാണ്. പരലോകത്തിൽ സമയമില്ല, ഇന്നലെ എന്നില്ല, നാളെ എന്നില്ല, മറ്റന്നാളെന്നില്ല. അത് ദുനിയാവിൽ പരിമിതികൾ ഉണ്ടായതുകൊണ്ട് നമുക്ക് വെച്ച പ്രതിഭാസമാണ്. അതുകൊണ്ട് സമയത്തിന് പ്രസക്തി നഷ്ടപ്പെടുന്ന പരലോകത്തെ ആദ്യത്തെ പടിയാകുന്ന മരണമുണ്ടല്ലോ, ആദ്യത്തെ ഭവനമാകുന്ന ഖബറുണ്ടല്ലോ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നല്ലൊരു മൗത്തിന് നമ്മൾ കൊതിക്കണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഈ റബീഉൽ അവ്വൽ 12 രാവിലെ, ഈ റബീഉൽ അവ്വൽ 12 ഏത് ദിവസമായിരുന്നു നമുക്കറിയാം. നമുക്ക് അപൂർവമായി കിട്ടിയൊരു ഭാഗ്യമായിരുന്നു. റബീഉൽ അവ്വൽ 12 ഏത് ദിവസമായിരുന്നു? ഉണ്ടോ? നമ്മൾ മറക്കൂല. കാരണം എന്താണ്? നമുക്ക് വലിയൊരു സന്തോഷമായിരുന്നു, ഒരു അപൂർവ സംഘമായിരുന്നു വെള്ളിയാഴ്ച ദിവസവും. മാഷാ അല്ലാഹ്. റബീഉൽ അവ്വൽ 12-ാം രാവിന്, ഈ റബീഉൽ അവ്വൽ 12-ാം രാവിന്, അതേ വെള്ളിയാഴ്ച രാവ്, നമ്മൾ ദുആരക്കുന്നത് വെള്ളിയാഴ്ച രാവിലാണ്. ആശിഖീങ്ങൾ പറയുന്നത് തിങ്കളാഴ്ച വേണമെന്നാണ്. ഞാൻ ആ ചർച്ചയിലേക്ക് കടന്നു പോകുന്നില്ല. ഈ വെള്ളിയാഴ്ച രാവ് രണ്ടും കൂടി സംഗമിച്ചൊരു രാവിൽ എൻ്റെ മഹല്ലിൽ ഒരു ഉപ്പാപ്പ മരണപ്പെട്ടു. അല്ലാ, ഞാൻ അറിഞ്ഞില്ല, ഉപ്പാപ്പയെ കുറിച്ച് എനിക്ക് പരിചയമില്ല. നിങ്ങൾ ആലോചിക്കണേ ഉമ്മമാരെ, ഈ നാട് വലിയ ബറക്കത്തുള്ള നാടാണ്, സ്വാലിഹീങ്ങളുടെ നാടാണ്. ഞാൻ ഇങ്ങോട്ട് വരുമ്പോ അമ്പങ്ങൊന്നു ബീരാനുപ്പാപ്പ നവ്വറല്ലാഹു മർഖദ, അല്ലാഹ് അവിടുത്തെ ദറജ വർദ്ധിപ്പിക്കണേ തമ്പുരാനെ. അവിടുത്തെ നൂറിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ കൽബിൽ വെളിച്ചം നൽകണേ അല്ലാഹ്, സലാമത്ത് നൽകണേ അല്ലാഹ്. വലിയ മഹാനാണ്, ആരിഫാണ്, ചെറിയ മഹാനല്ല, വലിയ ആരിഫാണ്, പവറുള്ള മഹാനാണ് അമ്പങ്ങുന്നു ബീരാനുപ്പാപ്പ. അൽഹംദുലില്ലാഹ്, ഇങ്ങോട്ട് വരുമ്പോൾ സിയാറത്ത് ചെയ്ത് വന്നതാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു വന്നത്, ആ ഉപ്പ 12-ാം രാവിൽ മരണപ്പെട്ട് വെള്ളിയാഴ്ച രാവാണ്. പരിശുദ്ധമായ ജുമാ ദിവസം റബീഉൽ അവ്വൽ 12-ന്റെ അന്ന് ജുമയുടെ തൊട്ടു മുമ്പ് ആ മയ്യത്തങ്ങ് കൊണ്ടുവച്ച് നിസ്കരിച്ചപ്പോൾ വല്ലാത്ത
വല്ലാത്തൊരു ആഗ്രഹമായി പോയി. ഇതെന്താണ്, എന്ത് അമലാണ് ഈ മനുഷ്യൻ ചെയ്തത്? സുബ്ഹാനല്ലാഹ്. ഞാൻ പറഞ്ഞു, ഞാൻ അവിടെ കൂടിയ ആളുകളോട് പറഞ്ഞു, എൻ്റെ പള്ളിയിലാണ്, ഞാൻ അവിടുത്തെ ഇമാമാണ്. കൊല്ലം ജില്ലയിലെ തട്ടാമല എന്ന് പറയുന്ന 2 മഖബറകളുള്ള പള്ളി. വലിയുല്ലാഹ് 1984 ഹൗദിന്റെ കുടിയെടുത്തപ്പോൾ കണ്ട കബറാണ്. ഇന്നലെ അടക്കിയതുപോലെയാണ് ആ കബർ കണ്ടത്. നിങ്ങളൊക്കെ അന്നത്തെ പത്രങ്ങളിൽ വായിച്ചിട്ടുണ്ടാകും. ഒരുപാട് മീഡിയ സംവിധാന പത്രങ്ങളിലുമൊക്കെ കവർ ചെയ്ത വാർത്തയായിരുന്നു. ലക്ഷോപലക്ഷങ്ങൾ അന്ന് വന്നിട്ടുണ്ടായിരുന്നു. വലിയ ജനക്കൂട്ടമായിരുന്നു. പെട്ടെന്ന് മഹാന്മാരായ ഉസ്താദുമാര് പറഞ്ഞു, കബറടക്കാൻ പറഞ്ഞു. ആ മഹാനുള്ള പള്ളിയാണ്. അതുപോലെ ആലപ്പുഴ തങ്ങൾ എന്ന് പറയുന്ന വലിയൊരു മഹാന്റെ മഖ്ബറയുമുണ്ട്. ഞാൻ പറയുന്നത്, ആ പള്ളിയുടെ ഉള്ളിലേക്ക്, ഈ സാധുവായ ഞാൻ ഇമാമായി നിൽക്കുന്ന ആ പള്ളിയുടെ ഉള്ളിലേക്ക് ഉപ്പാപ്പായുടെ മയ്യത്ത് കൊണ്ടുവച്ചപ്പോൾ ഞാൻ എൻ്റെ മുമ്പിലുള്ള ആളുകളോട് പറഞ്ഞു, നിങ്ങളുടെ അറിവിൻ്റെ അകത്തോ പുറത്തോ ഉള്ള ഏതോ അമലുകൾ, നല്ല ബറക്കത്തുള്ള അമലുകൾ, പടച്ചവന് ഇഷ്ടപ്പെട്ട അമലുകൾ ഈ ഉപ്പാപ്പയ്ക്കുണ്ട്, ഉറപ്പാണ്. 12 വെള്ളിയാഴ്ച ദിവസം ഖബറിലേക്ക് യാത്രയാകുന്ന ഉപ്പാപ്പ മയ്യത്ത് നിസ്കാരം കഴിഞ്ഞ് അതാ ഒരാൾ, കുടുംബത്തിൽപ്പെട്ട ഉപ്പാപ്പയെ നേരിട്ടറിയുന്ന ഒരാൾ എൻ്റെ അടുത്തേക്ക് വന്നു. ഉസ്താദേ, നിങ്ങൾ പറഞ്ഞത് വളരെ ശരിയാണ്. ഈ ഉപ്പാപ്പ നല്ല ഇബാദത്തുള്ള മനുഷ്യനായിരുന്നു. മാത്രമല്ല 85 വയസ്സുണ്ട്. ഇന്ന് വരെ ഒരാളിനോട് ഛേ എന്ന് പറയുന്നത് ഞങ്ങൾ കേട്ടിട്ടില്ല. മുഖം കറുപ്പിങ്ങുന്നത് കണ്ടിട്ടില്ല. ശത്രുവിനോട് പോലും ഇങ്ങോട്ട് ചൂടായാൽ പോലും അങ്ങോട്ട് ചിരിച്ചുകൊണ്ടാണ് ഉപ്പാപ്പ ഇടപെട്ടിരുന്നത്. എന്നിട്ട് എന്നോട് പറഞ്ഞു, പക്ഷെ ഇദ്ദേഹത്തിനൊരു പ്രത്യേകതയുണ്ട്. പെട്ടെന്ന് ഇദ്ദേഹത്തിന് തോന്നിയാൽ വേഗം ഏതെങ്കിലും മഖാമുകളിൽ സിയാറത്തിന് പോകും. സ്വാലിഹീങ്ങളെ സന്ദർശിക്കാറുണ്ടായിരുന്നു. ഔലിയാക്കന്മാരുടെ ചാരത്ത് പോകും. സിയാറത്ത് വല്ലാത്ത ലഹരിയായ ഉപ്പാപ്പയായിരുന്നു. അല്ലാഹു നല്ല മൗത്ത് നൽകട്ടെ. മരണത്തിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഓർത്തുപോയതാണ്. അതുകൊണ്ട് നല്ല ജീവിതമുണ്ടെങ്കിൽ അല്ലാഹു നല്ല മരണം നൽകും. പടച്ചവനെ, ഞങ്ങളുടെ ആഖിബത്ത് നന്നാക്കണേ അല്ലാ. ഹബീബിന്റെ ഹുബ്ബിലായി മരിക്കാനുള്ള തൗഫീഖ് നൽകണേ അല്ലാ. പരലോകത്തിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കണ്ടുമുട്ടാനുള്ള ഭാഗ്യമുള്ള മൗത്ത് നൽകണേ അല്ലാ. എല്ലാവരും സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ്. അല്ലാഹുവേ, പടച്ചവനെ, ഞങ്ങൾ പറഞ്ഞതും കേട്ടതും നിന്റെ പൊരുത്തത്തിലാക്കണേ റഹ്മാനേ.